ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ കോൺഗ്രസിലെ അനിശ്ചിതത്വം തുടരുന്നതിൽ ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്. അന്തിമ തീരുമാനം ഉടൻ വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു. രാഹുലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിക്കാൻ കോൺഗ്രസിൽ ആലോചന തുടരുകയാണ്. ലൈംഗിക പീഡന കേസിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും ഇക്കാര്യം ഇതുവരെ പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിട്ടില്ല. ഈ വരുന്ന 15-നാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. കാര്യങ്ങൾ വൈകി. എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അനിശ്ചിതത്വമെന്നാണ് ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസിനോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് രണ്ടഭിപ്രായത്തിൻ്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. എന്നാൽ രാഹുൽ സഭയിൽ വരുന്നത് സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. പലർക്കും പരസ്പര വിരുദ്ധമായ മറുപടികൾ. നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് 15-നാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകട്ടെ, നല്ലതാണ്, പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സഭയിൽ ചെല്ലുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു അൺഅറ്റാച്ച്ഡ് മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ ഈ സഭാ നടപടികളുടെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇനി തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. വിവാദങ്ങളിലും നടപടിയിലും തീരുമാനങ്ങൾ വൈകുന്നതിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. രാഹുൽ സഭാ സമ്മേളനത്തിലെത്തിയാൽ ഭരണപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും. അതിനാൽ ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും സമ്മർദ്ദത്തിന് പാർട്ടി വഴങ്ങരുത് എന്നാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും അഭിപ്രായം. പക്ഷേ ഇക്കാര്യം പരസ്യമായി പറഞ്ഞാൽ പവർ ഗ്രൂപ്പിന്റെ സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന ഭയവും നേതാക്കളെ അലട്ടുന്നുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.